എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞു കുട്ടികളിൽ നമ്മൾ ഒരുപാട് പേര് ഇപ്പം മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഭയങ്കര ഹാംഫുൾ എഫക്റ്റാണ്. ആദ്യത്തെ 2 വയസ്സെന്ന് പറയുന്നതാണ് ഒരു കുഞ്ഞു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത്. ബ്രെയിൻ, ഐസ് എല്ലാത്തിൻ്റെയും ഒരു ഡെവലപ്മെൻറ്റൽ ടൈമാണ് ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ എന്നൊക്കെ പറയുന്നത്. സോ ആ സമയത്ത് നമ്മൾ ഈ കുഞ്ഞിന് ഇപ്പോൾ 1 വയസ്സുള്ള കുഞ്ഞിനൊക്കെ ജസ്റ്റ് ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൊടുക്കുന്ന മൊബൈൽ ഫോണാണ്. കാരണം അവിടെ അടങ്ങിയിരിക്കാൻ വേണ്ടി പല രീതിയിലാണ് കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഈ റീസെൻ്റായിട്ട് അമേരിക്കൻ സ്റ്റഡീസ് വന്ന പല സ്റ്റഡീസിലും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ നമ്മുടെ സ്കൾ ബോൺ ബ്രെയിനെ സംരക്ഷിക്കുന്ന സ്കളിൻ്റെ ടോട്ടലായിട്ട് അത് ഫ്യൂസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് അത് ശരിക്കും ഒരു ടോട്ടലായിട്ട് ഫ്യൂസ് ആവുന്നത്. സോ ആ സമയത്ത് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള മൊബൈൽ ഫോണും കാര്യങ്ങളും കൊടുക്കുമ്പോൾ റേഡിയേഷൻ എഫക്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര വലുതായിരിക്കും. ഇന്ന് ഇപ്പം നമ്മളിപ്പോൾ ഒരു പഴയ ജനറേഷൻ കണക്കല്ല ഇപ്പോഴത്തെ ജനറേഷൻ. ഇപ്പോഴത്തെ ഡയറക്റ്റ് ഒരു വയസ്സ് തൊട്ട് കുട്ടികൾ മൊബൈലിൻ്റെ ഫോണിൽ നിൽക്കുകയും അല്ലെങ്കിൽ ടി വി കാണുകയും വളരെ അടുത്ത് ഇപ്പം ലാപ്ടോപ്പ് കണക്കോ അല്ലെങ്കിൽ ചെറിയ ഐപാഡ് കണക്കുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അവരെ ഫുഡ് കഴിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാംഫുൾ എഫക്റ്റാണ് അവരുടെ ബ്രെയിന്, ഐസിനെന്നൊക്കെ പറയുന്നത്. ഏകദേശം 2 to 3 times ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ റിസർച്ചിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇട്ടേക്കാം. അതിൽ ഹാംഫുൾ എഫക്റ്റാണ്. അത് ബ്രെയിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് ഇനി അവർ വളർന്ന് വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ശരിക്കും റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇതിൻ്റെ വലിയൊരു എഫക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്യാൻസറസ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്, ഡെവലപ്മെൻറ്റൽ ഡിലേ, പിന്നെ അവർക്ക് കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ, അങ്ങനെ പല രീതിയിൽ ഇത് തുടർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവും. സോ അതുകൊണ്ട് ശരിക്കും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 5 വയസ്സിനൊക്കെ അകത്ത് കുട്ടികളെ മാക്സിമം ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നാണ്. അവർ ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ എന്തോ ചെയ്യേണ്ടത്? അവരെന്ന് പറയുന്ന ചെറിയ കുട്ടികളാണ്, അവർ കാണുന്നതാണ് അവർ ചെയ്യുന്നത്. സോ പേരൻസ് അവരുടെ ഫ്രണ്ടിൽ കുട്ടി ഇരിക്കുന്ന സമയത്ത്, കുഞ്ഞു കുട്ടിയൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ഫ്രണ്ടിൽ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക. അതാണ് ഏറ്റവും ചെയ്യേണ്ട നല്ലൊരു കാര്യം. സോ അവർക്ക് ആ സമയത്ത് ബുക്ക് വായിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇപ്പം മാതാപിതാക്കളോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസോ കുട്ടിയുടെ ബുക്ക് വായിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികളും അതേ രീതിയിലൂടെ പോകും. നമ്മളിപ്പോൾ ഒരുപാട് റീൽസ് കാണുന്ന അങ്ങനെയുള്ളതാണ്. ഈ ഇടയ്ക്ക് ഞാൻ ഇന്നലെയും കൂടെ കണ്ടതേ ഉള്ളൂ. ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്നപ്പോൾ ഒരു അമ്മ ആ കുഞ്ഞിനെ എടുത്ത സമയത്ത് കുഞ്ഞ് 1-2 വയസ്സ് 2 വയസ്സിനടുത്തുള്ളൊരു കൊച്ചാണ്, കയ്യിൽ മൊബൈൽ ഫോൺ ഇരിക്കുകയാണ്, വെറുതെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു. സോ ഇത്രയ്ക്ക് അവരെ അടക്കിയിരുത്താൻ വേണ്ടി നമ്മളൊരു കുറച്ച് സമയത്തിനുള്ള ആശ്വാസത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ അത് ഭയങ്കര ഹാംഫുൾ എഫക്റ്റാണ്. സോ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അവരെ ശരിക്കും മറ്റ് കാര്യങ്ങൾ ബുക്ക് പഠിപ്പിക്കുക അല്ലെങ്കിൽ കളികളിലേക്ക് എൻഗേജ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുറത്തിറക്കുക. ശരിക്കും വീട്ടിന് പുറത്തിറക്കാത്ത കുട്ടികളെ അങ്ങനെ വളർത്തുന്ന ശരിക്കും അവരുടെ ഇമ്മ്യൂണിറ്റിയും പല രീതിയിലും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് മണ്ണിൽ കുറച്ച് നേരം നിർത്തി വളർത്തിയെടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കുട്ടികളെ വളർത്താനുള്ള ഒരു നല്ലത്. സോ മൊബൈൽ ഫോൺ മാക്സിമം അവോയ്ഡ് ചെയ്യുക. മാക്സിമം മീൻസ് നിങ്ങൾക്ക് കഴിയാവുന്നതിന് മാക്സിമം കുട്ടികളുടെ ഫ്രണ്ടിൽ ഒട്ടും ഉപയോഗിക്കാതിരിക്കുക, വളരെ കുഞ്ഞു കുട്ടികളുടെ ഫ്രണ്ടിൽ. സോ അവർക്ക് അഡിക്ഷനോ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടാവത്തില്ല ഫ്രം ദ ഏർലി ഏജ്. എന്തായാലും കുട്ടികൾ എന്തായാലും യൂസ് ചെയ്യും കുറച്ച് പ്രായമാകുമ്പോൾ. പക്ഷേ അത് മാക്സിമം കുറയ്ക്കുക. ഒരു 5 വയസ്സിനുള്ളിൽ അത് പാരൻസിൻ്റെ കൺട്രോളിലാണ് കുട്ടി. അപ്പം ആ സമയത്ത് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും അവരുടെ യൂസ്. അത് കഴിഞ്ഞിട്ടുള്ളത് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളാണ്. ഇപ്പോൾ പഠിത്തമായാലും പല രീതിയിലാണ് ഇത് ഉപയോഗിച്ച് പറ്റത്തുള്ളൂ. പക്ഷേ 5 വയസ്സിന് താഴെയുള്ള കൊച്ച് അല്ലെങ്കിൽ 2-3 വയസ്സുള്ള കുട്ടികളെ സംബന്ധിച്ചോളം പാരൻസിൻ്റെ അണ്ടറിലാണ്. സോ നമുക്ക് മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ പീരീഡിൽ മാക്സിമം കൺട്രോൾ ചെയ്യുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ എല്ലാവരും ഇത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.